വാലിട്ടെഴുതുന്ന രാവിൻ വാൽ കണ്ണാടിയുടഞ്ഞു. വാർമുകിലും സന്ധ്യാംബരവും ഇരുളിൽ പോയി മറഞ്ഞു. കണ്ണീർ കൈവഴിയിൽ ഓർമ്മകളിടറി വീണു. ആത്മാവിൻ പുസ്തകത്താളിൽ ഒരുമയിൽ പീലി പിടഞ്ഞു. കഥയറിയാതിന്നു സൂര്യൻ സ്വർണ്ണത്താമരയെ കൈവെടിഞ്ഞു. കഥയറിയാതിന്നു സൂര്യൻ സ്വർണ്ണത്താമരയെ കൈവെടിഞ്ഞു. അറിയാതെ ആരുമറിയാതെ ചിരിതൂകും താരകളറിയാതെ അമ്പിളിയറിയാതെ ഇളം തെന്നലറിയാതെ യാമിനിയിൽ ദേവൻ മയങ്ങി. ആത്മാവിൻ പുസ്തകത്താളിൽ ഒരുമയിൽ പീലി പിടഞ്ഞു. നന്ദനവനിയിലെ ഗായകൻ ചൈത്രവീണയെ കാട്ടിലെറിഞ്ഞു. നന്ദനവനിയിലെ ഗായകൻ ചൈത്രവീണയെ കാട്ടിലെറിഞ്ഞു. വിട പറയും കാനന കന്യകളെ അങ്ങകലെ നിങ്ങൾ കേട്ടുവോ? മാനസതന്ത്രികളിൽ വിതുമ്പുന്ന പല്ലവിയിൽ അലതല്ലും വിരഹഗാനം. ആത്മാവിൻ പുസ്തകത്താളിൽ ഒരുമയിൽ പീലി പിടഞ്ഞു. വാലിട്ടെഴുതുന്ന രാവിൻ വാൽ കണ്ണാടിയുടഞ്ഞു. വാർമുകിലും സന്ധ്യാംബരവും ഇരുളിൽ പോയി മറഞ്ഞു. കണ്ണീർ കൈവഴിയിൽ ഓർമ്മകളിടറി വീണു. ആത്മാവിൻ പുസ്തകത്താളിൽ ഒരുമയിൽ പീലി പിടഞ്ഞു. ടെൻഷൻ ഉണ്ടോ ജഡ്ജസ് എന്ത് പറയുന്നുള്ളതിനെ പറ്റി? ഇല്ല, ടെൻഷൻ ഒന്നുമില്ല. നമുക്ക് ജഡ്ജസിനോട് ചോദിക്കാം. ഓക്കെ, ശ്രീനി സാർ. ഭരത്, ഓവറോൾ ഡെഫിനറ്റ്ലി ഒരു ഫീൽ ഉണ്ടായിരുന്നു, പാട്ടിൻ്റെ ഫീൽ, ദാറ്റ് ഈസ് ആ കോമ്പോസിഷൻ്റെ ഫീൽ ഉണ്ടായിരുന്നു, സിൻസിയറായിട്ട് പാടി. ബട്ട് ഐ ഡോണ്ട് തിങ്ക്
100% ഷുവറായിട്ട് പാടുന്ന ഒരു ഫീൽ കിട്ടിയില്ല. വാട്ട് ഇസ് ദാറ്റ് ഓർമ്മകൾ ഓൺ ദ പല്ലവി? ഓർമ്മകളിടറി വീണു. അത് യു ആർ നോട്ട് ഷുവർ അല്ല? അതുപോലെ ഓർമ്മകളിടറി വീണു അതുണ്ട് ലാസ്റ്റ്. അത് മോനെ അത് കറക്റ്റായിട്ട് പഠിച്ചിട്ടില്ലെന്ന് തോന്നുന്നു. അതോ ഇനി ഒരെണ്ണം അല്ല, അത് ഷുവർ അല്ല. എല്ലാ സ്ഥലത്തും ദർ വാസ് എ പ്രോബ്ലം. അതാണ് എനിക്ക് മെയിനായിട്ട് തോന്നിയത്. ബാക്കി അറ്റ്ലീസ്റ്റ് ബാക്കിയൊക്കെ ഒരുവിധം ആ പാട്ടിൻ്റെ ഫീൽ ഉണ്ടായിരുന്നു. ഫൈൻ ട്യൂണിങ് ഒരുപാട് ആവശ്യമുണ്ട്. ഇത് വളരെ റോ ആയിട്ട് വളരെ ഇറ്റ് വാസ് എ വെരി റോ വേർഷൻ ഓഫ് ദാറ്റ് ഒറിജിനൽ സോങ്. ബട്ട് സ്റ്റിൽ എന്തോ ഒരു ഫോട്ടോ സം ഇന്നസെൻസ് വാസ് ദെയർ. സോ ഗുഡ്. നല്ല വോയിസ് അല്ലേ ഇയാളുടെ? ഗുഡ്. താങ്ക് യു ശ്രീനി സർ. സുജാ ചേച്ചി. ഭരത് എങ്ങനെ പാടി? ഭരത് തന്നെ പറയും. പുറത്ത് പാടുന്നതിൻ്റെ അത്ര ഇവിടെ പാടാൻ പറ്റിയില്ല. പുറത്ത് ഇത്തിലൂടെ ഭേദമായിട്ട് പാടിക്കൊണ്ടിരിക്കണ്ടായിരുന്നു. ഈ സ്റ്റേജ് കയറുമ്പോൾ ഒരു വെപ്രാളാണ് അല്ലേ? എല്ലാവർക്കും അത് ഇറ്റ് ഹാപ്പൻസ്. അത് ഡീൽ ചെയ്യലാണ് ഏറ്റവും അവർക്കാണ് വിജയം വരിക. പക്ഷെ മോൻ ഡെഫിനറ്റ്ലി യു ആർ എ വെരി ഗുഡ് സിംഗർ. അത് അതിനൊരു എതിരെ അഭിപ്രായമേ ഇല്ല. ഈ പഠിച്ചത് തന്നെയാണ്. കുറേ സ്ലിപ്സ് ഉണ്ടായിരുന്നു മോനി. അവസാനം എൻ്റെ ആണ്. ഇപ്പോൾ പല്ലവി എൻ്റെ ആണ്. അങ്ങനെ ഒരു മയിൽപ്പീലി വിരിഞ്ഞു എന്നല്ല നിർത്തണേ, വിരിഞ്ഞു ഇങ്ങനെ ശ്രുതി അവസാനം കൊണ്ട് ഏറ്റവും അവസാനം കൊണ്ട് നിർത്തിയിൽ പല്ലവിയിൽ ഷാർപ്പായി എവിടെയോ പോയി. പിന്നെ അമ്പിളി അറിയാതെ അത് ക്ലാരിറ്റി. അമ്പിളി പിന്നെ യാമിനിയിൽ ദേവൻ മയങ്ങി. അതൊരു അങ്ങനെ കുറെ കറക്ഷൻസ് ഉണ്ടായിരുന്നു. ബട്ട് ആ ഒരു ശോകം ഒരു പരിധി വരെ ഇനിയും വരാം, ഒരുപാട് വരണം. ബട്ട് ഗുഡ് എഫേർട്ട്, ഡെഫിനറ്റ്ലി ഗുഡ് എഫേർട്ട്. താങ്ക് യു ചേച്ചി. ശരത് സാർ. നല്ല പാട്ട് മോനെ. എനിക്ക് പ്രധാനമായിട്ട് തന്നെ വായ തുറന്ന് പാടുക. ഈ പാട്ടിൻ്റെ ഒരു മൊത്തത്തിലുള്ളൊരു വികാരമുണ്ട് മോൻ. അത് മനസ്സിലാക്കാൻ മറന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ പറഞ്ഞ ചരണമൊക്കെ ബെറ്റർ ആയിരുന്നു. ഒരു പല്ലവിലൊരു ഇൻവോൾവ്മെൻറ്റ് തോന്നിയില്ല മോൻ പാടുമ്പോൾ. മോനെ ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? പല്ലവി കുറച്ച് പ്ലെയിൻ ആയി പോയി. ഭയങ്കര അത് ഒരു വികാരം ഇല്ലാണ്ട് ഇങ്ങനെ അങ്ങനെ അല്ലാണ്ട് അതിനൊരു തുടിപ്പിലൊരു പൾസുണ്ട്. അത് ഒന്ന് പല്ലവി പാടും മോനെ. ആത്മാവിൻ പുസ്തകത്താളിൽ ഒരു മയിൽ പീലി പിടഞ്ഞു. നമ്മൾ പറയുമ്പോൾ എന്താണത്? മലയാളം ഇത് അറിഞ്ഞൂടെ? സംഘടന എന്നൊന്നും അല്ല ഞാൻ പറഞ്ഞ കേട്ടോ. അപ്പൊ അത് മോൻ അത് മനസ്സിലാക്കി പാടിക്കേ. ആത്മാവിൻ പുസ്തകത്താളിൽ അതെന്താ അങ്ങനെ താളിൽ അങ്ങനെയാണോ പാടുന്നത്? സോഫ്റ്റ് ആക്കുക. മതി പാടിക്കേ. ആത്മാവിൻ പുസ്തകത്താളിൽ ഒരു മയിൽ പീലി പിടഞ്ഞു. അടുത്തത് വാലിട്ടെഴുതുന്ന രാവിൻ വാൽ കണ്ണാടിയുടഞ്ഞു. ഓക്കെ, കുഴപ്പമില്ല. ഓർമ്മകൾ ഒന്നുകൂടെ ക്ലീൻ ആയിട്ട് പഠിക്കുക. ഓർമ്മകളിടറി വീണു. ആ സംശയം വിട്ടേക്ക മോനെ. ഓർമ്മകളിടറി വീണു. കാര്യം അത് ഓർമ്മകൾ ഇടറി വീണു എന്നാണ്. എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ഓർമ്മകൾ ഇടറി വീണു. അപ്പം അത് മനസ്സിലാക്കി പാണ് കേട്ടോ. ഭയങ്കര ഭക്തനാണോ? നല്ല ഭക്തന. ആവശ്യത്തിന് നല്ല ഭക്തനോ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യം നടക്കണമെങ്കിൽ ഭക്തി. പാലം കടക്കുവോളം നാരായണ നാരായണ, അതാണോ? പിന്നെ സെക്യുലർ എല്ലാ ജാതിയും ഒരുപോലെ.
ഭക്തി നല്ലതാകട്ടെ മോനെ, എല്ലാം നല്ലത്. നിങ്ങൾക്ക് എല്ലാം ഈശ്വരനെ അനുഗ്രഹിക്കട്ടെ. സംഗീതം എന്ന് പറഞ്ഞാൽ തന്നെ ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹമാണ്. മോൻ നല്ല കുട്ടിയാണ്, നന്നായിട്ട് പാടാൻ കഴിവുള്ളതാണ്. ഈ വാ തുറക്കുക, മൈക്ക് കറക്റ്റായിട്ട് പിടിക്കുക, പിന്നെ അതിൻ്റെ ഫീല് മനസ്സിലാക്കി പാടുക. എന്താണ് ആ പാട്ടിൻ്റെ വികാരം എന്ന് മനസ്സിലാക്കി പാടുക. കേട്ടോ മോനെ, ഓൾ ദി ബെസ്റ്റ്. സ്കോർസ് ചോദിക്കാം. ശ്രീനി സർ, 26.5 on 30. Thank you, sir. Suja Chechi. I gave him the same. 26.5 on 30 again. Thank you, Chechi. Sharat sir. ഇത്രയും ഭക്തിയുള്ള ആളല്ലേ. 27 on 30. 80 on 90. ഇനി 10-ൽ എത്രയാണെന്ന് നമുക്ക് ജഡ്ജസ് ചോദിക്കാം. 8 on 10. So overall is 88 on 100.